സപ്ലൈകോയ്ക്ക് ഏതാണ്ട് ധനവകുപ്പിൽ നിന്ന് ലഭിക്കാനുള്ളത് കോടികളാണ്. ഇക്കഴിഞ്ഞ ഓണക്കാലം മുതൽ വിപണിയിൽ നടത്തിയ ഇടപെടലിൽ 1525 കോടിയാണ് സപ്ലൈകോയുടെ കുടിശ്ശിക. സാധനങ്ങൾ എത്തിക്കുന്ന വിതരണക്കാർക്ക് 700 കോടിയോളം രൂപ നൽകാനുമുണ്ട്. ഇതേ അവസ്ഥയാണ് തുടരുന്നതെങ്കിൽ സപ്ലൈകോയുടെ ഭാവി അധികം വൈകാതെ തുലാസിലാകും. ഇപ്പോൾ തന്നെ കടത്തിന്മേൽ കടത്തിലാണ് ഓരോ ദിവസത്തെയും പോക്ക്. കോടികൾ കുടിശ്ശിക ഇനത്തിൽ ധനവകുപ്പിൽ നിന്ന് സപ്ലൈകോയ്ക്ക് കിട്ടാനുണ്ട്. സാധനങ്ങൾ ഇല്ലാത്തതിന് പുറമെ ജീവനക്കാരുടെ ശമ്പളവും പ്രതിസന്ധിയിലാകുന്ന സാഹചര്യം. സപ്ലൈകോയോട് ധനവകുപ്പിന് ചുറ്റമ നയമാണെന്ന് ഭരണാനുകൂല സംഘടനയും വിമർശിക്കുന്നു. ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കുറച്ചെങ്കിലും പരിഹാരമുണ്ടാകണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 500 കോടിയെങ്കിലും വേണം. വിതരണക്കാർക്ക് സാധനങ്ങൾ നൽകിയ വകയിൽ കൊടുക്കാനുള്ളത് 700 കോടി. ഇതിൽ പഞ്ചസാര എത്തിച്ചവർക്ക് 100 കോടിയോളം വരും. ഈ തുക മൊത്തം കൊടുക്കാതെ ഇനി പഞ്ചസാര നൽകില്ല എന്ന് വിതരണക്കാർ സപ്ലൈകോയെ അറിയിച്ചിട്ടുണ്ട്. റേഷൻ വാതിൽപ്പടി വിതരണക്കാർക്ക് കൊടുത്ത തുകയിനത്തിൽ 300 കോടി സപ്ലൈകോയ്ക്ക് ലഭിക്കാനുണ്ട്. പ്രതിമാസം ഇതിനായി 21 കോടി രൂപ സപ്ലൈകോ മാറ്റിവെക്കുന്നുണ്ട്. ഈ തുക കൂടി മുടങ്ങിയാൽ റേഷൻ വിതരണവും സ്തംഭനാവസ്ഥയിലേക്ക് പോകും. കൂട്ടിയും കിഴിച്ചും മുൻപോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യത്തിലല്ല സപ്ലൈകോ. ധനവകുപ്പ് അടിയന്തരമായി പണം അനുവദിച്ചാൽ മാത്രമേ സപ്ലൈകോയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂ. സപ്ലൈകോയെ ആശ്രയിക്കുന്ന സാധാരണക്കാരും വലിയ ബുദ്ധിമുട്ടിലാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ കുര്യൻ, മീഡിയ 1.